കാരണം എല്ലാ മനുഷ്യരും എപ്പോഴും മോശമല്ല. അവരെ നന്നാവാനുള്ള ഒരു സന്ദർഭം ഒരാൾ കൊടുക്കുവാണെങ്കിൽ അത് നല്ലതാണ്. വലിയൊരു ന്യൂസ് ആയി കഴിഞ്ഞാൽ ഒരാളുടെ ചിലപ്പോൾ മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നീ ചെയ്തത് തെറ്റാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്കും ഇങ്ങനെ ഇതുണ്ട്, അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇനിയെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഒരു കേസ് ഒരു ഇത് പിന്നെ മാധ്യമങ്ങൾ ഒരുപാട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതത്രയുമില്ല, മലന്ന് കിടന്ന് തുപ്പല്ലേ, ലോകം മുഴുവൻ അറിഞ്ഞു. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്കല്ലേ അതിന്റെ ഒരു മോശം? അതും ഇല്ലേ? മോശമല്ല, മോശം ഡെഫിനറ്റ് എന്നെ പുറത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി മോശമല്ല. അവർ ചെയ്തത് ഇപ്പൊ ചെയ്യുന്നത് സൂപ്പർ വിഷയം. ഇല്ല, അതിന്റെ കൂടെ കുറെ പേര് കള്ളമായിട്ട് വരുന്നത്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, അത് വേറെ ചർച്ചയല്ല. സ്ത്രീകള് ഇതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതായത് സ്ത്രീകളും അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല, കൂട്ടി പറയാൻ പാടില്ല. അവരെ അത് ഇത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു കേസ് ഇപ്പൊ അറിയാം ഫേക്ക് ആയിരുന്നു എന്ന്. അതൊക്കെ അവരുടെ വീട്ടില് അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതും കൂടി ആലോചിക്കണം. അതല്ലാതെ നമുക്ക് പറ്റില്ലെങ്കിൽ നേരെ അത് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞ ആ ഒരു ഇത്. പക്ഷെ പിന്നീട് അവർ അതിന്റെ പ്രതികാരം തീർക്കാൻ വരരുത്. അവിടെയാണല്ലോ പ്രശ്നം. എന്താണല്ലേ ഇതൊക്കെ? കല എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ നമുക്ക് അനുഭവിച്ചുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ 20 വർഷമായിട്ട് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ, ഒരു 70-75 ഫിലിമിലാണ് ഞാൻ പാടിയിട്ടുള്ളെങ്കിൽ എന്നെ സംബന്ധിച്ചോളം സംഗീത ഫീൽഡ് വളരെ നല്ലതാണ്. എൻ്റെ അനുഭവം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ ചെയ്യുന്നത് സൂപ്പർ മാറ്റർ. അല്ല, അതിന് അങ്ങനെ പറഞ്ഞല്ല ഞാൻ പറയണത്, നമ്മുടെ അനുഭവത്തെ പറഞ്ഞു. നിനക്കുള്ള നല്ല അനുഭവം ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, 4-5 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും വാങ്കോ അല്ല, അവരത് വേറെ. ഞാൻ ശിവകാർത്തികേയൻ ഫുള്ള് ഞാനാണ് പോയത്. നീ പറയൂ, ഞാൻ പറയാം. ഞാൻ പോയ എൻവിറോൺമെന്റ് എല്ലാമേ വന്ന് ഒരുമാതിരി ഭയങ്കര വെൽക്കമിങ് ആയിട്ടാണ് ഇവിടെ. അതായത് ഒരു കാര്യം പറയണം, ശിവകാർത്തികേയൻ്റെ ഡോണിൽ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചിലപ്പം എന്നിട്ട് കാരവണിൽ ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങാൻ. കാരണം എല്ലാം കുറെ അണ്ണന്മാർ ഇവിടെ അന്ത അണ്ണേ ഏതണ്ണൻ കുറെ അണ്ണന്മാരുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും പാപ്പ, പിന്നെ ചെല്ലം, തങ്കം, ശിവാങ്കി തങ്കം, ഇങ്ങനെയാണ് കുറേ ചേട്ടന്മാർ സെറ്റുണ്ട് കേട്ടോ. പയ്യന്മാരെ ആണുങ്ങളെല്ലാം അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവള് നടുക്കുകയാണ്. ശിവകാർത്തികേയൻ തൊട്ട് എല്ലാവരും ഫ്രീ ടൈമിലല്ല, ഇവളുടെ മോണോ ആക്ട് മിമിക്രിയും തമാശയൊക്കെയാണ്. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. ഇല്ല, സോ എന്താന്നാ ഈ ശിവാനോടെ പ്രൊഡക്ഷനിലാണ് ഫസ്റ്റ് ചെയ്തത്, SK പ്രൊഡക്ഷൻസ്. എല്ലാവർക്കും ഒരു പേടി, അയ്യോ സിനിമ ഇൻഡസ്ട്രി അങ്ങനെയെന്ന്. പക്ഷേ ശിവാനോടെ പ്രൊഡക്ഷൻ അറിഞ്ഞ ഇപ്പൊ കൂടെ റീസെന്റ് അവരെല്ലാം കണ്ടപ്പോ എന്താന്നോ എല്ലാ ആർട്ടിസ്റ്റിനെയും അത്ര ഭയങ്കരമായിട്ടാണ് ഗവനിച്ചത്, നോക്കിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ഏതാ ഒന്ന് വേണം അങ്ങനെ ദൂരെ പോയി എല്ലാം വാങ്ങിട്ട് വരും. വാങ്ങിട്ട് വന്നിട്ട് എന്നപ്പാ തങ്ങച്ചി ഓക്കെ വാ എന്നെ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുമേ. സോ അതെല്ലാം വന്ന് ഞാൻ അങ്ങനെയാ വന്ന് ഇതായത്. എനിക്കിത് അറ്റ് ദ സെയിം ടൈം എന്നെ പോലെ എല്ലാവർക്കും അനുഭവിക്കണമെന്ന് അറിയില്ല, ആവശ്യമില്ല. സോ അവരെമാതിരി ആൾക്കാർക്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് ഐ ഓപ്പണിങ്. ഇതും കൂടെ പറയണം. ഒരു ദിവസം ഞാൻ ഷൂട്ടിങ് ഞാൻ കാരവണിലും ചെന്ന് മയങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവളുടെ അവിടെ സംസാരം കേൾക്കാം, കി എന്ന് കേൾക്കാം. ഇവരെല്ലാം ചിരിക്കുക, വട്ടത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകളും ശിവകാർത്തികേയൻ, ഹീറോയിൻ്റെ പേര് പ്രിയങ്ക, എല്ലാവരും ഇരിക്കുക. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഉടനെ ശിവകാർത്തികേയൻ ചാടി എഴുന്നേറ്റ് വാങ്ങുമാമെന്ന്. അപ്പം ഞാൻ ഇത്രയും നേരം കിടക്കുകയും ചെയ്തിട്ട് ഞാൻ നിന്നു. എനിക്ക് ചെയർ ഇട്ടതെങ്കിലും ഞാൻ നിന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയാം. ശിവകാർത്തികേയൻ നിന്നുകൊണ്ട് എന്നെ ഇരിക്കുക അടുത്ത്. നീങ്ക ഉക്കാരുങ്കോ ഇല്ല നീങ്ക ഉക്കാരുങ്കോ ഇല്ലില്ല ഞാൻ ഇവളോ നേരം ഉക്കാണ്ടതിനാലതാ ഞാൻ നിന്നിട്ടിരിക്കുക, നീങ്ക ഉക്കാരുങ്കോ. ഞാൻ ഇരിക്കാതെ ആ പുള്ളി ഇരുന്നില്ല. അതായത് ഇവളൊരു അഭിനയിക്കാൻ വന്ന ഒരു കുട്ടിയുടെ അമ്മയായിട്ട് കരുതിയാൽ മതി. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും നേരം അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞാൽ ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത്. ഇത് പിന്നെ ഞാൻ അങ്ങ് ഇരുന്നു. അപ്പം അദ്ദേഹം ഇരുന്നു. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോടൊക്കെ ഞാൻ ഇരുന്നോളാൻ പറഞ്ഞു, അവരൊക്കെ ഇരുന്നു. അദ്ദേഹം നിന്നുകൊണ്ട് എന്തിനാ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു ചില കാര്യങ്ങളിലൊക്കെ പരസ്പര ബഹുമാനത്തോടുകൂടി പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെ അല്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് ഇതൊക്കെ വേണ്ടി വന്നു. അത് സ്കിപ്പ് ചെയ്താല് ഈ ഇടയ്ക്ക് അമ്മയെ പോലെ ആകാൻ വേണ്ടിയിട്ട് കമ്മലൊക്കെ ഇട്ട് പഴയ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് പിങ്ക് ഷോളൊക്കെ ഇട്ടിട്ട് അത് റീക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് പതിവില്ലാതെ കമ്മലൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ടിരിക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അമ്മയെ പോലെ ആയി മാറുമല്ലേ, വലിയ കമ്മലൊക്കെ ഇട്ടിട്ട്.
ഇല്ലല്ല ആക്ച്വലി ഞാൻ ഒരു മിനിമലിസ്റ്റ് ഡെഫിനറ്റ്ലി. സോ അങ്ങനെ ഇരിക്കുമ്പോ അത് ഇപ്പൊ ഓൾസോ ഇത് ഓണം കണ്ട ഈ ചുരിദാറിൽ ഇരിക്കുന്ന ടൈപ്പ് അല്ല. ഇന്നലെ ഈ ഇന്റർവ്യൂക്ക് വേണ്ടി വാടക എടുത്തത് ചുരിദാർ. ഒരു മിനിറ്റ്, ഇതാ ഞാൻ ഇവളും തമ്മിലുള്ള വ്യത്യാസം. ഇല്ല ഒരു അല്ല ഞാനും സ്ട്രെയിറ്റ് ഒക്കെ തന്നെ, പക്ഷെ വാടക എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി. ഇപ്പൊ നമ്മളമാരി ആൾക്കാര് വന്ന് ഇപ്പൊ ഈ ഡ്രസ്സ് ഇനി ഞാൻ വേറെ എവിടെ ഇടാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി രജനീസ് ചേട്ടാ വന്ന് ഫുള്ള് വീഡിയോ ഇടും. അപ്പൊ ഇതിനൊരു വട്ടിയിട്ട് എന്താ സസ്റ്റൈനബിലിറ്റിங்கிறது இன்னொரு ഫാക്ടർ. അതൊരു ഇത് ഓക്കെ. അപ്പോ നമ്മളമാരി ആളുകളില്ല ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് ആര് കൊടുക്കുന്നോ അവരെ വന്ന് കൊളാബറേഷൻ ഇട്ടിട്ട് തിരിച്ച് ഈ ഡ്രസ്സ് കൊടുക്കും. അപ്പൊ ഇഷ്ടത്തിന് ഞാൻ ഡിഫറെന്റ് അപ്പൊ ഇത് അഗൈൻ ദിസ് ഇസ് ഓൾസോ അനദർ ഫോം ഓഫ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഒന്ന് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ ഞാൻ എന്തിനാ ഒന്ന് കുറെ ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടി ഇതിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഞാൻ. എനിക്ക് പല ആൾക്കാരെ എന്നോട് സ്പോൺസർ ചെയ്യാം, ജ്വല്ലറ്റ്സ് ഇതെല്ലാം ഞാൻ ആരെ അനുവദിക്കില്ല. എൻ്റെ സ്വന്തം ഡ്രസ്സുകളല്ല. പട്ടുസാരി ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് പട്ടുസാരി. കാരണം ഇപ്പം എല്ലാം സ്വർണ്ണമുണ്ട് പട്ടുസാരിയിൽ. 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം 5 ഗ്രാമൊക്കെയുള്ള പട്ടുസാരി ഉണ്ട് എനിക്ക്. ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ഞാനത് ഓണായിട്ട് എൻ്റെ അതാകുമ്പോൾ എനിക്കത് സ്വന്തം എൻ്റെ സ്വന്തം എല്ലാം ഞാൻ ഇടുന്നത്. അതുപോലെ കമ്മലും മാലൊന്നും വയ്ക്കാൻ ഇവിടെ ഇടവില്ല. അതുകൊണ്ട് അത് ഇവള് പുതിയ വീട്ടിൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അറകളിങ്ങനെ. പക്ഷേ അത് എത്ര വാങ്ങിയേക്കും? പക്ഷെ ഇവക്ക് അതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇത് ആർട്ടിഫിഷ്യൽ ജെൽസിന്റെ കാര്യാട്ടോ. അതൊക്കെ എന്റെ അമ്മയുടെ. എന്നിട്ട് എന്റെ കുട്ടി ഞാൻ കൊടുക്കും. അല്ല അത് ശരിക്കും ഈ കമ്മല് ശരിക്കും ഇന്ന് ഒഴിവാക്കുമായിരുന്നു അല്ലേ? ഓണായതുകൊണ്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ ഇത്രയും ഹെവി ആവുമ്പോ കമ്മൽ അതാണ്. പക്ഷെ ഈ അമ്മ ഒന്ന് ഇതില്ല എന്താ പറയണ്ടേ, അനുവദിക്കൂല. എന്തിനാ അമ്മയ്ക്ക് മാലയും കമ്മലും ഇടണം, വള എല്ലാം ഇടണം. അപ്പോഴാണ് അമ്മാൻ ഇഷ്ടമുള്ളൂ. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഈവന്റ് കമ്മൽ മാത്രം ഇട്ടിട്ട് മാല ഇട്ടില്ലെങ്കിൽ അയ്യേ അങ്ങനെ അപശകുടുമ്പോ പറയും എല്ലാത്തിനുമേ. സോ അതുകൊണ്ട് വന്ന് ഈ മാല മാത്രം കമ്മൽ ഇടും അയ്യേ അങ്ങനെയെന്ന് പറയും. നീയൊക്കെ എന്റെ മകളാണോടി അങ്ങനെ ചെയ്യും. ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ അത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ നാട്ടുകാർ വിചാരിക്കും ഞാൻ ഇവിടെ കൊടുമപ്പെടുത്തുക. ഇവളുടെ കൂടെ കൂടി എനിക്കെന്താ ഇവിടെ അതായത് കഷ്ടപ്പെടുത്താണ്. അതായത് ഒരിടത്ത് എന്റെ അമ്മ അങ്ങനെയായിരുന്നു. പിള്ളേര് നല്ല ഇതിനേക്കാളും മോശമായിരുന്നു എന്റെ അമ്മൂമ്മ. അമ്മൂമ്മ അല്ലേ ഒരു കമ്മലിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡ്രാമ പ്ലേ ചെയ്യും. ഒരു കമ്മലിട്ടില്ലെങ്കിൽ കമ്മല്ല എനിക്ക് വേണ്ട അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു. നീ ഒക്കെ പുഴുവായിരുന്നു നിന്നപ്പോ ഞാൻ എന്തൊക്കെ ചെയ്തു. അത് ഇവളെ 8 മാസത്തിന് മുമ്പേ പറഞ്ഞു, 7 മാസത്തിൽ പറഞ്ഞു. നീ ഒക്കെ പുഴുവായിരുന്നപ്പോ നീ എന്താ പാല് കുടിച്ച എന്റെ മുഖത്ത് തുപ്പി അങ്ങനെയൊക്കെ പറയും. ഒരു വയസ്സിൽ ചെയ്തത് എനിക്കേ അറിയില്ല. അതല്ലേ വന്ന് ഇപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്യാൻ. രണ്ടുപേരും ഒരേ ബ്ലഡ് വേറെ. ഇപ്പൊ വര വര അമ്മ വന്ന് പറയുന്നതല്ല, അങ്ങനെ എനിക്ക് അമ്മൂമ്മ പറയുന്ന മര്യാദയുണ്ട്. ഇത് എന്റെ കസിൻസ് ഉണ്ടല്ലേ, എന്റെ കസിൻസ് മൂച്ചി കൂടെ അമ്മൂമ്മ മര്യാദയായിട്ട് വരുന്നു. അപ്പൊ വന്ന് എന്റെ കസിൻസില് അയ്യോ ഇത് തനി അമ്മൂമ്മ അങ്ങനെയെന്ന് ഫീൽ ആവുന്നു വര വര ഇപ്പൊ. പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ ചായ അല്ലാതെ അടുത്ത വീട്ടിലെ പാറക്കുട്ടി ചേച്ചി ചായ എന്തുവാടി. അവള് പറഞ്ഞെന്താന്ന് വെച്ചാ അമ്മമ്മയെ പോലെ ആയി വരുന്നു സ്വഭാവത്തില്. അത് കുറച്ച് മാറ്റം. അല്ല ഞാൻ പക്ഷെ അമ്മൂമ്മയെ പോലെ ഒന്നും അല്ല. അത് ഇവര് ഇങ്ങനെ പറയണം. അമ്മൂമ്മയെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റ എന്റെ അമ്മയെ പോലെയാണ്. പിന്നെ വർത്താനം പറഞ്ഞ് ഭയങ്കര വർത്താനം പറയും, ഉറക്കം അടിച്ച് കൈകൊട്ടിച്ചിരിക്കും. ഇനിയൊരു വിഷയം കൂടെ ഞാൻ പറയാം. എൻ്റെ അമ്മ അടുത്ത ആരെ മറ്റൊരാളെ കുറിച്ച് ദ്രോഹമോ ഒരു വർത്താനോ ഒന്നും പറയില്ല. സ്വന്തമായിട്ട് ട്രോളിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. സത്യം. ഇപ്പൊ എന്നെ തന്നെ ഞങ്ങൾ അത് ഇവൾക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെ തന്നെ കുറ്റം പറഞ്ഞ് നമ്മളെ തന്നെ മറ്റുള്ളവരോട് ഞാനപ്പോൾ അത് ചെയ്തു ഇത് നമ്മൾ കുറ്റം പറഞ്ഞ് ചിരിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ. ഇവിടെ തമിഴിൽ പറയും പെരത്തിയാർക്ക് ദ്രോഹം പണ്ണാമി ഇരുന്നാൽ പോരുന്നു. അതായത് മറ്റുള്ളവർക്ക് അടുത്തൊരു ആർട്ടിസ്റ്റിനോ അവരെക്കുറിച്ചൊരു മോശമായിട്ട് പറയുമോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഇവിടെയൊക്കെ പണ്ടൊക്കെ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ ചോദിച്ചു വിളിക്കുമായിരുന്നു. ചിലപ്പോൾ എന്നെ അവർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ആ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ ഉടനെ തന്നെ ഞാൻ കൊടുക്കും. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് മാഡം നിങ്ങൾ ரொம்ப നല്ലവങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലരോടും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാറുള്ളത്. ആ ഒരു അവർ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വലിയൊരു ചാൻസാണ് അതുകൊണ്ട് കിട്ടുന്നെങ്കിലോ. അതുകൊണ്ട്
ഉടനെ നമ്മൾ നമ്പർ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ഞങ്ങൾ പറയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നിട്ട് എവിടെ നിന്നെങ്കിലും ചോദിച്ചാൽ ആ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ കൊടുക്കും. കാരണം അവർക്ക് നാളെ അതൊരു നമ്മളുടെ ഒരു നോ പറയണ അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിലും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പം മറ്റുള്ള ഒരാളെ ദ്രോഹിക്കാതെയും കുറ്റം പറയാതെയും ദൂഷ്യമൊന്നും ചെയ്യാതെയും നമ്മൾ സ്വന്തമായിട്ട് കളിയാക്കി. അതെ, അതൊരു മാവേലി നാട് സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കും. എന്താണ് ഓണം ശരിക്കും? അത് കുറച്ച് മുമ്പ് ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് ആഘോഷിച്ച ഓണങ്ങൾ ഉണ്ടാവാം. ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ എന്താ വരിക? ചെറിയ വയസ്സിൽ വന്ന് ഓണം എന്ന് വരുമ്പോഴേ ഇതേമായി കുറെ അമ്മ വന്ന് ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു. അവിടെ കൂടെ വന്ന് ന്യൂസ് പേപ്പറിലെല്ലാം വന്ന് ഉണ്ട്, ഇതോ അവിടെ കൂടെ ഉണ്ട്. സോ ഓണം എന്ന് വന്നാല് ഏതെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് എന്തെങ്കിലും നടക്കും. കുറെ വർഷമായിട്ട് അത് വന്ന് നടന്നില്ല, ഫോട്ടോഷൂട്ടില്ല. സോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലും അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുമോ, ഏതോ ചെറിയ ഓലന് വെണ്ടയ്ക്ക ഫ്രൈ. 23 കൂട്ടം ഐറ്റം ഞാൻ ഉണ്ടാക്കി. എൻ്റെ മാമനാരെയും മാമിയാരെയും എൻ്റെ മദറിലോ അവര് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു. അവരെയും പിന്നെ എൻ്റെ ഡ്രൈവർമാരാണ് സെർവൻസ് എല്ലാരെയും ഞങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അമ്മ ബിസി ആയിപ്പോയി. ബിസി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കേരളത്തെ റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങി സദ്യ. കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. നമ്മളിങ്ങനെ ഭയങ്കര ചിലപ്പോൾ ബിസി ആയിരിക്കും. പിന്നെ ഇപ്പൊ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഇവളും ഭയങ്കര ഒരു. പക്ഷേ എനിക്ക് വന്ന് നാട്ടില് പ്രോപ്പർ ഓണം ഇരിക്കുന്നു അല്ലേ, അതിന് ഇതൊരിക്കും കണ്ടിട്ടില്ല. 2 വർഷം മുമ്പ് പോയില്ലേടി? എവിടെ പോയി? നീ നാട്ടിൽ തൊടുപുഴ പോയോ ആഘോഷിച്ചില്ലേ? പോയ വർഷം തൊടുപുഴ പോയി നമ്മുടെ വീട്ടില്. പക്ഷെ ഈ ഓണത്തില് റോഡിൽ ഇങ്ങനെ കളിക്കൂലേ, അത് തിരുവനന്തപുരം വരണം. നീ ഒരു നമുക്ക് ഓണത്തിന് തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ ശിവാംഗി ജനിച്ചത് തിരുവനന്തപുരത്താണ്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിലായിരുന്നു. അല്ല, അതിന്റെ റീസൺ ഞാൻ ഇങ്ങോട്ട് വരാൻ പോവായിരുന്നു തൊടുപുഴയ്ക്ക്. 8 മാസം കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ. കാരണം ഇനിയുണ്ടല്ലോ 1.5 മാസം എന്ന് വിചാരിച്ചു. ഈ കൊച്ചു 7.5 മാസത്തിലെ ചാടിപ്പോ ഒരു 4 വിചാരിച്ചോ? അതിന് അവിടെ ഒരു പുഴുവായിരുന്നു. അതോടെ ഈ അമ്മ പറഞ്ഞു, നീ ഇല്ല പുഴുവായിരുന്നപ്പോ നിനക്ക് ഞാൻ ചെയ്തെല്ലാം മറന്നോടി. അങ്ങനെ ആ അമ്മൂമ്മ അല്ലായിരുന്നെങ്കിൽ ഈ കൊച്ച് ഇത്രയും 7.5 മാസം എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോ അല്ല മോളെ, പിന്നെ 1.25 കിലോ. 1.25 ഉണ്ടായിരുന്നു. 1.800 ഉണ്ടായിരുന്നു അപ്പോഴേ. അതെ. അപ്പൊ പക്ഷെ എന്നാലും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണും മൂക്കും ഒന്നും എല്ലാം കറക്റ്റ് ആയിട്ട് കൂടിയിട്ട് പോലും ഇല്ല. അവയവങ്ങളെല്ലാം വന്ന് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇവർക്ക് അങ്ങ് കൂടിയത്. നമുക്കിത് എന്താണോ പെണ്ണാണോ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. ആ അമ്മൂമ്മ 5 മാസത്തേക്ക് ഉറങ്ങിയിട്ടില്ല. അമ്മൂമ്മ മാത്രല്ല, എന്റെ ചേച്ചിമാര്, ഞാൻ 5ാമത്തെ ആണല്ലോ. എന്റെ 3 വലിയ അതും അത് ഈ പറയുന്നതൊക്കെ ഒരു സിനിമാ നടിയെ കുറിച്ചാണെന്ന് ഓർക്കണം. അത് ഒരു പ്ലേ ബാക്ക് സിംഗറും കൂടെ ആണ്. അപ്പൊ അങ്ങനെ ഒരാളിനെ അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ ടെലിവിഷൻ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള കൊച്ചിന്റെ അടുത്താണ് ഈ കളി. പക്ഷെ എന്റെ അമ്മ ഇപ്പോഴും പറയും, അമ്മ മരിച്ചു കഴിഞ്ഞാൽ, അമ്മ ഇല്ല ഇപ്പൊ, ഞാൻ എൻ്റെ ശിവാംഗിയുടെ കൂടെ ആയിരിക്കും. എൻ്റെ ആത്മാവെന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം ജീവനായിരുന്നു ഈ 2 പിള്ളേരെ. വിനായകൻ എൻ്റെ മോനെയും ഈ അമ്മ ഫുൾ ടൈം ഈ പിള്ളേരെ ഏത് നേരവും ഇങ്ങനെ വച്ചുകൊണ്ട്. ഇവള് 3 മാസം എവിടെയും ഗുണ്ടുമണിയായി. 5 മാസമൊക്കെ നല്ല കുറുകുറു അല്ല, എല്ലാരും അന്തം വിട്ടു. ആ പുഴുക്കൊച്ചാണോ ഇത് ഗുണ്ടുമണിയായത് എന്ന്. ആ പുഴുക്കൊച്ചിപ്പം ശക്തമായിട്ടുള്ള പോരാളിയാണ് അല്ലേടാ. പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ വരട്ടി അടിപൊളിയായിട്ട് നിർത്തും. അങ്ങനെ മാറണ്ടേ?